പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കൊരു പ്രതിരോധ വിശേഷത്തിലേക്ക് കൂടി പോകാം. ഇനി ആകാശത്ത് പ്രതിരോധ രംഗത്ത് ഓരോ ദിവസവും പുതിയ പുതിയ പരീക്ഷണങ്ങളും ആയുധങ്ങളും ഒക്കെ വികസിപ്പിക്കുകയാണ് നമ്മുടെ രാജ്യം. ഇതാണ് പിനാക. പിനാക ഇന്ത്യയുടെ ആയുധപ്പുരയിലെ സുപ്രധാനമായ ഒരു ആയുധമാണ്. ഈ പിനാക റോക്കറ്റ് സംവിധാനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വളരെ വിശദമായി പരിശോധിക്കുന്നത്. ശത്രു മുന്നേറ്റങ്ങളെയും സംവിധാനങ്ങളെയും കിറുകൃത്യമായി ആക്രമിക്കുന്ന ഒന്നാണ് പിനാക റോക്കറ്റ് സംവിധാനം. പിനാക റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നത് വാഹനങ്ങളിൽ ഘടിപ്പിച്ച റോക്കറ്റ് ലോഞ്ചറിൽ നിന്നാണ്. തന്ത്രപ്രധാനമായ ആയുധമാണ് പിനാക. ഇന്ന് പല രാജ്യങ്ങളിലേക്കും ഇന്ത്യ ഈ പിനാകയെ കയറ്റി അയക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പ്രതിരോധ ആയുധങ്ങളിൽ നിർണായകവുമാണ് ഈ പിനാക റോക്കറ്റ് സിസ്റ്റം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോഴിതാ യുദ്ധവിമാനങ്ങളിൽ നിന്നും വിക്ഷേപിക്കാവുന്ന പിനാകയുടെ പുതിയൊരു പതിപ്പ് കൂടി അണിയറയിൽ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് പുതിയ വാർത്ത. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയ്ക്ക് കീഴിലുള്ള ARDE എന്ന് വെച്ചാൽ ആർമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഇവരാണ് യുദ്ധവിമാനത്തിൽ നിന്നും പ്രയോഗിക്കാവുന്ന പിനാക റോക്കറ്റിന്റെ പുതിയ പതിപ്പ് വികസിപ്പിക്കുന്നത്. ഏതൊക്കെ വിമാനങ്ങളിലാകും പിനാക ഘടിപ്പിക്കുക എന്ന് നോക്കുകയാണെങ്കിൽ, പ്രധാനമായും സുഖോയ് Su-30 MKI, Su-30 MKI, അതുപോലെ റഫാൽ, മിറാഷ് 2000, തേജസ്, ഈ വിമാനങ്ങളിലൊക്കെയാണ് പ്രധാനമായും പിനാക ഘടിപ്പിക്കുക. നിലവിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന ഇസ്രായേൽ മിസൈലായ റാംപേജിന് പകരക്കാരനായി മാറും നമ്മുടെ ഈ പിനാക റോക്കറ്റ്. 300 കിലോമീറ്റർ ആക്രമണ പരിധിയുള്ള പിനാകയുടെ 4ാമത്തെ ജനറേഷൻ വികസന ഘട്ടത്തിലാണ്. ഇതിന്റെ പരീക്ഷണം ഉടനെ തന്നെ നടക്കും. ആക്രമണ പരിധി കൂടിയ പിനാകയുടെ ഈ പതിപ്പായിരിക്കും യുദ്ധവിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന തരത്തിൽ പരിവർത്തനം ചെയ്യുക എന്നും റിപ്പോർട്ടുകളുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ പിനാക 4ന് അത്യാധുനിക ഗതി നിർണയ സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പിനാക ഒരു എയർ ലോഞ്ച് ക്രൂയിസ് മിസൈലായിട്ടും ഇതിന് പ്രവർത്തിക്കാനായി സാധിക്കും. 120 കിലോമീറ്റർ ആക്രമണ പരിധിയാണ് ഈ പിനാകയ്ക്കുള്ളത്. പിനാക 3യുടെയും അതേപോലെ തന്നെ യുദ്ധവിമാനത്തിന്റെയും ഒക്കെ പതിപ്പ് ഉടനെ തന്നെ വരും എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഇസ്രായേലിന്റെ റാംപേജ് മിസൈലിന് 250 കിലോമീറ്ററാണ് ആക്രമണ പരിധി. അതിനെ കടക്കാനുള്ള ശേഷിയുള്ള പിനാകയാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത്. 150 കിലോയോളം വരുന്ന പോർമുനയും ഈ പിനാകയ്ക്ക് വഹിക്കാനായി സാധിക്കും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് വ്യോമസേനയുടെ ജാഗ്വാർ വിമാനത്തിൽ നിന്ന് റാംപേജ് മിസൈലുകളൊക്കെയും വിക്ഷേപിച്ചിരുന്നു. പാകിസ്ഥാനിലെ റഡാർ സംവിധാനങ്ങൾ തകർക്കുന്നതിൽ ഈ മിസൈലുകൾ വളരെ നിർണായകമായ പങ്കും വഹിച്ചിട്ടുണ്ട്. ഇവയുടെ കൃത്യതയും അതുപോലെ തന്നെ ഗുണനിലവാരത്തിനും ഒന്നും സേനയ്ക്ക് സംശയമില്ല. മാത്രമല്ല, സമാനമായ മറ്റ് ആയുധങ്ങളെ അപേക്ഷിച്ച് വിലയും പിനാകയ്ക്ക് കുറവാണ്. എന്നാൽ തന്ത്രപ്രധാനമായ ഒരു ആയുധത്തിന്റെ കാര്യത്തിൽ വിദേശ ആശ്രിതത്വം കുറയ്ക്കുക എന്നതാണ് സേനയുടെ ലക്ഷ്യം. ഇതിനിടയിലാണ് DRDO പിനാകയുടെ യുദ്ധവിമാന പതിപ്പ് കൂടി വികസിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഈ ആശയത്തിന് വ്യോമസേനയുടെ പിന്തുണയുമുണ്ട്. പ്രിയപ്പെട്ടവരെ, എങ്കിലും ഈ പിനാക യുദ്ധവിമാന പതിപ്പിന് ഒട്ടേറെ കടമ്പകൾ കൂടി കടക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ആ കടമ്പകൾ എന്ന് ചോദിച്ചാൽ, രൂപകൽപ്പനയിൽ മാറ്റമുണ്ടാകണം. നിലവിലെ ഈ രൂപകൽപ്പനയിൽ നിന്നും പിനാകയ്ക്ക് മാറ്റമുണ്ടാകണം എന്നതാണ് പ്രധാനം. അതുപോലെ ലക്ഷ്യം കണ്ടെത്താൻ സഹായിക്കുന്ന സീക്കർ, പ്രകടനത്തിൽ കൃത്യത പാലിക്കണം. ഇവയൊക്കെയും ചേർന്ന് പോകുന്ന സംവിധാനങ്ങൾ ഇനിയും വികസിപ്പിക്കേണ്ടതുണ്ട്. അതിവേഗത്തിൽ പറക്കുന്ന യുദ്ധവിമാനത്തിൽ നിന്നും വിക്ഷേപിക്കുമ്പോൾ ഇതിന്റെ പ്രകടനത്തിൽ ഒരുപാട് കൃത്യതയും പാലിക്കേണ്ടതുണ്ട്. ഇതിനൊക്കെയും പുറമെ യുദ്ധക്കപ്പലുകളിൽ നിന്നും പ്രയോഗിക്കാവുന്ന വകഭേദവും വികസന പദ്ധതിയിലാണ് ഉള്ളത്. 75 കിലോമീറ്റർ ആക്രമണ പരിധിയുള്ള വകഭേദം പരീക്ഷണം ഈ വർഷം തന്നെ നടന്നേക്കും. നവംബറോടുകൂടിയൊക്കെ നടക്കുമെന്നാണ് ഈ പ്രതിരോധ വൃത്തങ്ങളിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. മാത്രവുമല്ല, 75 കിലോമീറ്റർ ആക്രമണ പരിധിയുള്ള ഈ വകഭേദം അന്തർവാഹിനികളുടെ ഉൾപ്പെടെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. അതിന്റെ പരീക്ഷണം ഉടൻ തന്നെ പ്രതീക്ഷിക്കാമെന്നും അറിയാൻ കഴിയുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിനു ശേഷം പിനാക റോക്കറ്റ് സിസ്റ്റത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഡിമാൻഡാണ്. പ്രത്യേകിച്ച് സൗദി അറേബ്യ, വിയറ്റ്നാം, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഈ സംവിധാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഒരു താല്പര്യം പ്രകടിപ്പിച്ചു എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. നേരത്തെ അസർബൈജാനുമായുള്ള പോരാട്ടത്തിൽ അർമേനിയ ഇന്ത്യയിൽ നിന്ന് പിനാക റോക്കറ്റുകൾ വാങ്ങിയിരുന്നു. 1999 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലാണ് ഇന്ത്യ ഇതാദ്യം ഉപയോഗിച്ചത്. നിലവിൽ കരസേനയുടെ പ്രധാനപ്പെട്ട ആയുധമാണ് പിനാക റോക്കറ്റ് സിസ്റ്റം. സ്വാതി വെപ്പൺ ലൊക്കേറ്റേഴ്സ് റഡാറിന്റെ സഹായത്തോടെ ശത്രുവിന്റെ ആർട്ടിലറികൾ സ്ഥാപിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളിൽ തിരിച്ചറിഞ്ഞ് അവിടേക്ക് ആക്രമണം നടത്തുന്ന രീതിയാണ് പിനാകയ്ക്ക് പൊതുവെ ഉള്ളത്. അപ്പോൾ
വളരെ കുറവ് പണവും ചിലവഴിച്ചാൽ മതി എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പുതിയ പതിപ്പുകൾ വേഗത്തിൽ തന്നെ സേനയുടെ ഭാഗമാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.